60 ദിവസത്തെ കോഴ്സാണ് എൻട്രി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളും സീറ്ററ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അതിൽ സീറ്ററ്റ് പേപ്പർ 2 പ്രത്യേകിച്ച് DLEDകാർക്കും BEDകാർക്കും ഒരുപോലെ എഴുതാൻ പറ്റുന്ന ഒരു പേപ്പർ എന്ന നിലയ്ക്ക് അവിടുന്ന് 60 മാർക്കാണ്. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 60 മാർക്ക് എന്ന് പറയുമ്പോൾ പ്യുവർലി സബ്ജക്റ്റ് അല്ല. ഇപ്പോൾ സയൻസിൽ നിന്ന് 30, മാത്സിൽ നിന്ന് 30 എന്നാണ് നമ്മൾ പറയാറ്. സീറ്ററ്റ് എലമെൻ്ററി സ്റ്റേജ് പാസ്സായവരെ കേറ്ററ്റ് കാറ്റഗറി 2-ൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഹായ്, നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് സീറ്ററ്റ് പേപ്പർ 2-നെ കുറിച്ച് പറയാനായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. സീറ്ററ്റ് പേപ്പർ 2-ൻ്റെ ക്ലാസ്സുകൾ എൻട്രിയിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 60 ദിവസത്തെ കോഴ്സാണ് എൻട്രി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷനും സ്റ്റഡി മെറ്റീരിയൽസും മോഡൽ എക്സാംസും ലൈവ് എക്സാംസും കൂട്ടത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് സപ്പോർട്ടും എല്ലാം ലഭ്യമാണ്. അപ്പോൾ കേറ്ററ്റ് എക്സാമുകൾക്കോ അല്ലെങ്കിൽ സെറ്റ് എക്സാമുകൾക്കും നെറ്റ് എക്സാമുകൾക്കും ഒക്കെ നൽകുന്ന അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ സീറ്ററ്റ് എക്സാമിൻ്റെ കോഴ്സുകളും എൻട്രി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ സീറ്ററ്റ് പേപ്പർ 1-നെ സംബന്ധിച്ച് ഓൾറെഡി നമ്മുടെ ആപ്പിൽ കോഴ്സുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ആ ക്ലാസ്സുകൾ എത്തുന്നുണ്ട്. സീറ്ററ്റ് പേപ്പർ 2-ൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക. പരമാവധി നേരത്തെ തന്നെ ഈ എക്സാംസ് ക്വാളിഫൈഡ് ആവാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്കറിയാം, നാഷണൽ ലെവൽ എക്സാമുകൾക്കെല്ലാം സീറ്ററ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സീറ്ററ്റ് പേപ്പർ 2 പ്രത്യേകിച്ച് BEDകാരെ സംബന്ധിച്ച് അവർക്ക് എഴുതാവുന്ന ഒരു സീറ്ററ്റ് ഉള്ളത് പേപ്പർ 2 ആണ്. പേപ്പർ 1 എഴുതുന്നതിൽ ഇനി മുതൽ പ്രസക്തിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളൊരു പക്ഷേ സുപ്രീം കോടതിയുടെ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് പത്രത്തിൽ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. പേപ്പർ 1 ക്വാളിഫൈഡ് ആയാലും നിങ്ങൾക്കിനി എലമെൻ്ററി ലെവൽ അല്ലെങ്കിൽ ആ ഒരു LP UP ആ ലെവലുകളിലൊന്നും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല BEDകാരെ സംബന്ധിച്ച്. അതിന് DLED ക്വാളിഫിക്കേഷൻ തന്നെ വേണമെന്നാണ് സർക്കാർ സുപ്രീം കോടതിയുടെ ആ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അപ്പോൾ അതടിസ്ഥാനത്തിൽ നമുക്ക് പേപ്പർ 2 ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി ആ ഒരു 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ പഠിപ്പിക്കാനായിട്ട് നാഷണൽ ലെവലിൽ പറ്റുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സീറ്ററ്റിന് പുതിയൊരു കാറ്റഗറി കൂടി നമ്മുടെ CBSE പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വരും വർഷങ്ങളിലൊക്കെ അതും മുമ്പോട്ട് വരുന്നതായിരിക്കും, ഹൈസ്കൂൾ സെഷനിലേക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ പിന്നീട് ഇപ്പോൾ നിലവിൽ 2 കാറ്റഗറികളിൽ മാത്രമാണ്, 2 പേപ്പറുകൾ മാത്രമാണ് സീറ്ററ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അതിൽ സീറ്ററ്റ് പേപ്പർ 2 പ്രത്യേകിച്ച് DLEDകാർക്കും BEDകാർക്കും ഒരുപോലെ എഴുതാൻ പറ്റുന്ന ഒരു പേപ്പർ എന്ന നിലയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പേപ്പറാണ്. അത് എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ പ്രിപ്പറേഷൻ നിങ്ങളെ സഹായിക്കുന്ന രീതിയിലായിരിക്കും എൻട്രിയുടെ കോഴ്സും നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. അപ്പോൾ പേപ്പർ 2 എലമെൻ്ററി സ്റ്റേജിൽ 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ടെസ്റ്റായിട്ടാണ് നടത്തുന്നത്. അവിടെ നോക്കൂ എന്തെല്ലാമാണ് ആ സിലബസിലുള്ളത്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി 30 ക്വസ്റ്റ്യൻ്റെ 30 മാർക്ക് എന്നുള്ള രീതിയിലാണ് അവിടെ ചോദിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ 30 മാർക്ക് വീണ്ടും ചോദിക്കുന്നത് എന്തിനാണ്? ലാംഗ്വേജ് 1 ആണ്. അത് കമ്പൽസറി ആയിട്ടും ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2ഉം ഉണ്ട്. ഇവിടെ കേറ്ററ്റിൻ്റെയൊക്കെ ഒരു സിലബസ് ശരിക്കും സീറ്ററ്റിൻ്റെ സിലബസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അവിടെയും ലാംഗ്വേജസ് അവൈലബിൾ ആണ്. പക്ഷേ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ റീജിയണൽ ലാംഗ്വേജ് ഏതാണ്ട് 20ഓളം ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കേറ്ററ്റിനെ സംബന്ധിച്ച് ലാംഗ്വേജ് 1 ലാംഗ്വേജ് 2 ഉള്ളതുപോലെ തന്നെ സീറ്ററ്റിലും എന്തുണ്ട്? ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2 2 ലാംഗ്വേജുകൾ സീറ്ററ്റ് പേപ്പർ 2-ൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് 2-നും 30 മാർക്ക് വീതമായിരിക്കും ചോദിക്കുക. ഇനി മാത്തമാറ്റിക്സ് സയൻസ് ഫോർ മാത്സ് ആൻഡ് സയൻസ് ടീച്ചേഴ്സും മാത്സും സയൻസും ചേർന്നിട്ട് 60 മാർക്കിൻ്റെ ഓപ്ഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് അധ്യാപകർക്ക്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. ഏതാണ് എടുക്കേണ്ടതെന്നുള്ള നിങ്ങളുടെ ഓപ്ഷനാണ്. ഓപ്ഷൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ട് വേണം എക്സാം എഴുതാൻ, മാറിപ്പോരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ OMR ഷീറ്റ് ക്യാൻസലായി പോകുന്ന രീതിയിലേക്കൊക്കെ അത് വരും. രണ്ടാമത്തെ ഓപ്ഷൻ സോഷ്യൽ സ്റ്റഡീസ്, സോഷ്യൽ സയൻസ് ഏതാണോ നിങ്ങൾ ആ ഒരു മേഖലയിലുള്ള അധ്യാപകരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ആൻസർ എഴുതാനായിട്ട് സാധിക്കും. അവിടുന്ന് 60 മാർക്കാണ്. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 60 മാർക്ക് എന്ന് പറയുമ്പോൾ പ്യുവർലി സബ്ജക്റ്റ് അല്ല. ഇപ്പോൾ സയൻസിൽ നിന്ന് 30, മാത്സിൽ നിന്ന് 30 എന്നാണ് നമ്മൾ പറയാറ്. പക്ഷേ അതിൻ്റെ പെഡഗോഗി കൂടി 10 മാർക്ക് വീതം സയൻസിൻ്റെ പെഡഗോഗി മാത്സിൻ്റെ പെഡഗോഗി അവിടെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. 30 മാർക്കിൽ 20 മാർക്ക് സയൻസ് സബ്ജക്റ്റും ഈ 10 മാർക്ക് അതിൻ്റെ പെഡഗോഗിയാണ്. അതുപോലെ മാത്സിനും 20 മാർക്ക് സബ്ജക്റ്റ് 10 മാർക്ക് പെഡഗോഗി എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. സോഷ്യൽ സയൻസിലേക്ക് വരുമ്പോൾ അത് 20 മാർക്കിൻ്റെ പെഡഗോഗി സോഷ്യൽ സയൻസിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പം എന്തായാലും സബ്ജക്റ്റും അതേപോലെ തന്നെ നിങ്ങളുടെ പെഡഗോഗിയും കൂടി ചേർന്നിട്ടാണ് അവിടെ 60 മാർക്ക് വന്നിരിക്കുന്നത് മനസ്സിലാക്കുക. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സൈക്കോളജിയിൽ 30 ക്വസ്റ്റ്യൻസ് ആണല്ലേ, ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 30 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഇവിടെ സൈക്കോളജി പെഡഗോഗി ഇവിടെ പഠിക്കുന്ന ഈ 30 മാർക്കിന് വേണ്ടിയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സബ്ജക്റ്റുകളിലും പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു സിലബസ് എന്ന് പറയുന്നത്. ഈ സിലബസിനെ 60 ദിവസം കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ
കാച്ചിക്കുറുക്കി എടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിൽ 60 ദിവസം കൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്ത് എക്സാമിലേക്ക് റിവിഷൻ കഴിഞ്ഞ് ചെല്ലാൻ പാകത്തിനുള്ള രീതിയിലാണ് എൻട്രി ഈ ഒരു കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. വെറും വീഡിയോ ക്ലാസ്സുകൾ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ആ ഓരോ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് ക്വിസ് ചെയ്യാനുള്ള അവസരമുണ്ട്, മോഡൽ എക്സാംസ് എഴുതാനുള്ള അവസരമുണ്ട്. അതൊക്കെ നിങ്ങളുടെ ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യിക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പ്രിപ്പറേഷൻ ആരംഭിക്കുക. അതിൻ്റെ സിലബസ് കൃത്യമായ രീതിയിൽ 150 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അതിൽ പരമാവധി മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, അല്ലേ, നമുക്കൊരു 100ന് മുകളിലേക്ക് 120 മാർക്ക് വരെ സ്കോർ ചെയ്യുന്ന ആളുകളുണ്ട്. 100ന് മുകളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. പിന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ കിടക്കുന്നത്, CTET പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ KTET കാറ്റഗറി 1-ൽ നിന്നും CTET എലമെൻ്ററി സ്റ്റേജ് പാസ്സായവരെ KTET കാറ്റഗറി 2-ൽ നിന്നും ഒഴിവാക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ CTETൻ്റെ പേപ്പർ 2-നെയാണ് ഈ CTET എലമെൻ്ററി സ്റ്റേജ് എന്ന് പറയുന്നത്. ആ CTET എലമെൻ്ററി സ്റ്റേജ് ഉണ്ടെങ്കിൽ KTET 2-ന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണത്. അതേപോലെ നിങ്ങൾക്ക് UP എക്സാമിനൊക്കെ BEdകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് CTET പേപ്പർ 2 ഉണ്ടെങ്കിൽ എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് നാഷണൽ ലെവൽ ഏത് സംസ്ഥാനത്ത് ചെന്നാലും നിങ്ങൾക്ക് CTET എന്ന് പറയുന്ന വലിയ പ്രാധാന്യത്തോടു കൂടി നിങ്ങളുടെ കരിയറിൽ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ നിങ്ങൾ പോകുമ്പോഴും ഇതിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ബോർഡറുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കേരളത്തിനകത്തും പുറത്തും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒന്നാണ് CTET. കാരണം KTETന് ഈക്വലൻ്റ് ആയിട്ട് അത് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിനകത്തും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഏറ്റവും മികച്ച ഒരു പ്രിപ്പറേഷനോടുകൂടി CTET ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്കൊപ്പം എൻട്രി ഉണ്ടായിരിക്കും. 60 ദിവസത്തെ എൻട്രിയുടെ ഈ CTET പേപ്പർ 2-ൻ്റെ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഉറപ്പായി ഇത് നേടിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും ആശംസകൾ. വീണ്ടും നമുക്ക് ഇതിൻ്റെ മറ്റ് വീഡിയോസിലൂടെയൊക്കെ കാണാം. നന്ദി.